ഹലോ ഫ്രണ്ട്സ്, ക്രിയേറ്റീവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 3ds Maxൻ്റെ ബിഗിനേഴ്സിനുള്ള ക്ലാസ്സിൽ വീഡിയോസിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വരെ ചെയ്തത് നമ്മൾ ഡോർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, പിന്നെ അതുപോലെ വിൻഡോസിൻ്റെ പാർട്ടുമായിരുന്നു. ഇനി ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഈ റൂമിനൊരു ഫ്ലോറിങ്ങും പിന്നെ അതുപോലെ സീലിങ്ങും കാര്യങ്ങളും നമുക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഫ്ലോർ ചെയ്യുകയാണ്. ഫ്ലോറിന് വേണ്ടിയിട്ട് ഞാൻ വേറൊന്നും യൂസ് ചെയ്യുന്നില്ല, ഞാൻ പ്ലെയിന് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്ലെയിനാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ടോപ്പ് വ്യൂവിൽ സ്നാപ്ഡ്രാഗൺ ഓൺ ചെയ്തിട്ട് ഇതേപോലെ ഈ റൂമിൻ്റെ നമ്മളെ വാളിൻ്റെ ഏറ്റവും പുറത്ത് മുതൽ ഉള്ളിലായാലും മതി, ഞാൻ ജസ്റ്റ് പുറത്ത് ക്ലിക്ക് ചെയ്യുന്നുള്ളൂ. ഇതേപോലെ വരക്കുക. ഇതേപോലെ വരച്ചിട്ട് മോഡിഫൈ എടുക്കുമ്പോൾ തിക്നെസ്സിൻ്റെ ഒന്നും ആവശ്യമില്ല, ഓൾറെഡി പ്ലെയിനാണ്. താഴത്തെ അതിൻ്റെ ആ ഫേസ് നമ്മൾ കാണാൻ പറ്റും. അപ്പോൾ ഇതിനെ നേരെ നമ്മൾ താഴത്തേക്ക് കൊണ്ടുവരണം അല്ല. ഇതിപ്പോൾ നമ്മൾ സ്നാപ്ഡ്രാഗൺ ഓൺ ചെയ്ത് വരച്ചതുകൊണ്ട് ഏറ്റവും മുകളിലാണുള്ളത്. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യണം, ഇവിടെ താഴത്തേക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നിൽക്കുന്നത് Z എന്ന് പറഞ്ഞിട്ടുള്ള ആക്സിസ് ഉണ്ടാവും. ഇവിടെ 300 സെൻറ്റിമീറ്ററിലാണ് ഇപ്പോൾ അതുള്ളത്. ഇതിനെ 0 ആക്കി കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്ക് കൊണ്ടുവരാം. ഇനി അതല്ല നിങ്ങൾക്ക് ഇവിടെ വേണ്ടെന്നുണ്ടെങ്കിൽ ഈ മൂവ് ടൂൾ നമ്മൾ പറഞ്ഞ പോലെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂവ് ട്രാൻസ്ഫോം ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോക്സ് വരും. അതിൽ X0 ആണ്, Y0 ആണ്, Z ആണ് പൊങ്ങിയേക്കുന്നതെന്ന് വെച്ചാൽ Z ആക്സിസ്, ഈ മുകളിലേക്കുള്ള ആക്സിസ്. അതെന്ത് ചെയ്യുക, 0 കൊടുത്തിട്ട് എൻ്റർ ചെയ്യുക, എന്നിട്ട് ക്ലോസ് ചെയ്യുക. അപ്പോൾ അതേപോലെ താഴോട്ട് വന്നായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെ ഇതിനൊരു സ്കേർട്ടിങ് ഉണ്ടാവും അല്ലേ. താഴത്ത് ടൈലിൻ്റെ സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈൻ വെച്ചിട്ടാണ് ഇപ്പോൾ ബേസിക്കായിട്ട് ചെയ്യുന്നത്. നമ്മൾ ലൈൻ വെക്കുക, ലൈൻ വെച്ചിട്ട് ഈ ഒരു ഡോറിൻ്റെ പോർഷൻ വിട്ടിട്ട് ബാക്കി എല്ലാ പോർഷനിലും നമുക്കത് വരണം. ഓക്കെ, ഡോറിൻ്റെ പോർഷനിൽ സ്കേർട്ടിങ് ഉണ്ടാവില്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്കിത് കറക്റ്റായിട്ട് കിട്ടണം അല്ലേ. അപ്പോൾ ഇതിന് നമ്മൾ ഇത്രയും ഓബ്ജക്ട്സ് നമ്മുടെ സീനിലുണ്ട്. ഓക്കെ, ബെഡുണ്ട്, വിൻഡോ ഉണ്ട്, ഡോറുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ വാളിനെ മാത്രം വെച്ചുകൊണ്ട് വർക്ക് ചെയ്യണം, ബാക്കിയെല്ലാം ഹൈഡ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ ഒരു സംഭവം നമുക്ക് ഹൈഡ് ചെയ്യണമെന്നായിരിക്കും, നമ്മൾ സീനിൽ നിന്ന് ഹൈഡ് ചെയ്യണം. ചിലപ്പോൾ ഒരുപാട് ലോഡ് കൂടുന്ന വലിയ എന്തെങ്കിലും ഫയലായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഹൈഡ് സെലക്ഷൻ, നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ അത് ഹൈഡ് ആവും. ഓക്കെ, ഇനി ഒന്നുകൂടി തിരിച്ചു വരാം, Ctrl Z അടിച്ചിട്ട് ഒന്നുകൂടിയാണ്. ഇനി റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഈ ബെഡ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിനെയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഇനി ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ് അൺസെലക്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തത് അവിടെ വെച്ചുകൊണ്ട് മറ്റുള്ളതെല്ലാം ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹൈഡ് അൺസെലക്റ്റഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ഹൈഡായി പോകും. ഓക്കെ, ഡിലീറ്റ് ആവുന്നതല്ല ഹൈഡ് ആവുന്നതാണ് ഇതിൽ തന്നെ കേട്ടോ. ഇനി അൺഹൈഡ് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇത് ഹൈഡ് ചെയ്തു, ഈ ഡോറിനെ ഹൈഡ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഹൈഡ് ചെയ്തതെല്ലാം നമുക്ക് ഒരുമിച്ച് അൺഹൈഡ് ആവണമെന്നുണ്ടെങ്കിൽ അൺഹൈഡ് ഓൾ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഹൈഡ് വെച്ചതെല്ലാം അൺഹൈഡ് ആവും. ഓക്കെ, വ്യൂ പോർട്ടിൽ വിസിബിൾ ആവും. ഇനി അൺഹൈഡ് ബൈ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഡോറുണ്ട്. ഓക്കെ, ഡോർ 1 ഉണ്ട്, വിൻഡോ ഉണ്ട്. അപ്പോൾ ഞാൻ ഡോറും വിൻഡോയും ബെഡും റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഹൈഡ് ചെയ്തു. ഇനി എനിക്കിതിൽ വിൻഡോ മാത്രം അൺഹൈഡ് ആയാൽ മതി, ബാക്കിയെല്ലാം അവിടെ ഒന്ന് ഒട്ടുന്നതായിരിക്കും. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അൺഹൈഡ് ബൈ നെയിം എന്നുണ്ടാവും.
അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോക്സ് വരും, അൺഹൈഡ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോക്സ് വരും. അതിൽ നമ്മൾ ഹൈഡ് ചെയ്ത എല്ലാ ഒബ്ജക്ട്സും ഉണ്ടാവും. ബെഡ്, ഡോറ്, സ്ലൈഡിങ് വിൻഡോ, ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ഹൈഡ് ചെയ്തത്. അപ്പോൾ സ്ലൈഡിങ് വിൻഡോ മാത്രം മതി എന്നുണ്ടെങ്കിൽ സ്ലൈഡിങ് വിൻഡോ ക്ലിക്ക് ചെയ്യുക, അൺഹൈഡ് കൊടുക്കുക. അപ്പോൾ അത് മാത്രം അൺഹൈഡായിട്ട് കിട്ടും. ഓക്കെ, ഇനി നമുക്കിതൊന്നും ഹൈഡ് ചെയ്യണ്ട, അല്ലാണ്ട് തന്നെ ജസ്റ്റ് ഈ വാളെന്ന് വെച്ചിട്ട് വർക്ക് ചെയ്താൽ മതി. അതിന് ഐസൊലേറ്റ് ചെയ്യുക എന്നാണ് പറയുക. ഓക്കെ, ബാക്കിയെല്ലാം ഹൈഡായിക്കൊണ്ട് ഒരു ഒബ്ജക്റ്റിനെ മാത്രം വെച്ചുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിനെ ഐസൊലേറ്റ് ചെയ്യുക എന്ന് പറയും. ഐസൊലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസൊലേറ്റ് സെലക്ഷൻ എന്നുണ്ട്. ഓക്കെ, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഈ ചേഞ്ചസ് കാണുന്നതാണ്. ഈ ഒരു മാർക്ക് ഐസൊലേറ്റ് സെലക്ഷൻ ടോഗിൾ എന്നാണ് അതുള്ളത്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഐസൊലേറ്റ് ഒബ്ജക്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്താവും, ബാക്കിയെല്ലാം ഹൈഡായിട്ട് അത് മാത്രം വിസിബിളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ ആ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐസൊലേറ്റ് സെലക്ഷൻ ടോഗിൾ എന്നുള്ള ഒന്നുകൂടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതെല്ലാം അൺഹൈഡായി കിട്ടുകയും ചെയ്യും. ഓക്കെ, അതിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് ഓൾട്ട് ക്യൂ ആണ് കേട്ടോ, ഓൾട്ട് ക്യൂ. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് സ്കേർട്ടിങ് വരയ്ക്കാനായിട്ട് ഞാൻ ഈ ഒരു വാളിനെ മാത്രം ഐസൊലേറ്റ് ചെയ്യുകയാണ്. ഓൾട്ട് ക്യൂ പ്രസ് ചെയ്തിട്ട് ഐസൊലേറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ലൈൻ എടുത്തു. ലൈൻ എടുത്തിട്ട് നമുക്ക് ഡോറിൻ്റെ ഭാഗത്ത് വേണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ ഡോറിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്തു. സ്നാപ്പ് ടോഗിൾ ഓൺ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. വിൻഡോസ് പ്രശ്നമല്ല, വിൻഡോസിൻ്റെ താഴത്താണല്ലോ സ്കേർട്ടിങ് ഉണ്ടാവുക. ഇതേപോലെ ലൈനായിട്ട് വരച്ചു. ഇതേപോലെ ലൈനായിട്ട് നമുക്ക് വരച്ചു. ഇനി നമുക്ക് ഈ ഡോറിൻ്റെ ഭാഗത്തുള്ളത് വേണ്ട, ഈ രണ്ട് ലൈന് വേണ്ട അല്ലേ, രണ്ടും ഡോറിൻ്റെ ഭാഗത്തുള്ളതാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ സെഗ്മെൻ്റ് എടുക്കുക. സെഗ്മെൻ്റ് എടുത്തിട്ട് ഇതിനെയും ഡിലീറ്റ് ചെയ്തോളെ. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി, ഒന്നുകിൽ റെൻഡറിങ്ങിൽ ഇനാബിൾ റെൻഡറിങ് ഇവാമി ഔട്ട്പുട്ടും കൊടുത്തിട്ട് അതിൻ്റെ റെക്റ്റാങ്കിൾ ആക്കുക. റെക്റ്റാങ്കിൾ ആക്കിയിട്ട് എത്രയാണോ നമുക്ക് അതിൻ്റെ ഹൈറ്റ് വേണ്ടത്, ഇപ്പോൾ സ്കേർട്ടിങ് എന്നൊക്കെ പറയുമ്പോൾ ഒരു 15 ഇല്ലെങ്കിൽ ഒരു 10 സെൻറ്റിയൊക്കെ മതി. ഓക്കെ, ഞാൻ 15 കൊടുക്കാം. അപ്പോൾ 15 വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നേരെ താഴോട്ട് കൊണ്ടുവന്നിട്ട് പ്ലേസ് ചെയ്യും. അതല്ലെങ്കിൽ ഔട്ട്ലൈൻ കൊടുക്കുക. ഓക്കെ, ഔട്ട്ലൈൻ കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് പുറത്തേക്ക് നീക്കി വെച്ചിട്ട് അതിനെ കറക്റ്റ് ചെയ്തിട്ട് വെക്കുകയാണ്. ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പ്ലൈന് സെലക്ട് ചെയ്യണം. സ്പ്ലൈന് സെലക്ട് ചെയ്തിട്ട് ഔട്ട്ലൈൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. എത്രയാണോ സ്പ്ലൈൻ നമ്മൾ സെലക്ട് ചെയ്യണം. ഞാനിപ്പോൾ ഓരോ സ്പ്ലൈനായിട്ട് സെലക്ട് ചെയ്യുകയാണ്. ഈ ഒരു സ്പ്ലൈൻ ആദ്യം സെലക്ട് ചെയ്തു, എന്നിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ എത്രയാണോ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ മൈനസാണ് വരുന്നത്, ഇപ്പോൾ ഞാനൊരു -1.5 കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്ത സ്പ്ലൈനെ സെലക്ട് ചെയ്തു, എന്നിട്ട് ഇതും ഡയറക്ഷൻ അങ്ങോട്ടാണ് നോക്കുക. ഇതും മൈനസ് തന്നെയാണ്. അപ്പോൾ -1.5 -1.5. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ വന്നിട്ടുണ്ട്. ഇനി അതിനെ എക്സ്ട്രൂഡ് കൊടുക്കുക. എക്സ്ട്രൂഡ് എത്രയാണോ നമ്മുടെ എമൗണ്ട്, നമുക്ക് എത്ര ഹൈറ്റിലാണോ വേണ്ടത്, ഞാനിപ്പോൾ 15 ആണെന്നുണ്ടെങ്കിൽ 15 കൊടുത്തു, അല്ലെങ്കിൽ 10 ആണെന്നുണ്ടെങ്കിൽ 10 കൊടുക്കുക. എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൊടുക്കുക. എന്നിട്ട് നേരെ വരിക, നീക്കിയിട്ട് കറക്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, കറക്റ്റ് ആവുന്നില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ലൈന് വന്ന് മുട്ടേണ്ടത് ഇവിടെയല്ലേ, സ്നാപ്പ് ടാഗിൾ ഓൺ ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, സ്റ്റുഡിയോ ക്ലിക്ക്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്തായി, സ്കേർട്ടിങ്ങും കറക്റ്റായിട്ട് വന്നു. ഇനി ഒന്ന് അൺഹൈഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇതേപോലെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ സ്കേർട്ടിങ്ങും കാര്യങ്ങളൊക്കെ. ഇനി അതിന് മെറ്റീരിയലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിന് മുന്നേ നമുക്ക് ഇതിനൊരു സീലിങ്ങും കൂടെ, സിമ്പിളായിട്ടുള്ള ഒരു കോലായിട്ട് വരുന്ന ഒരു സീലിങ്ങും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പ്ലാനാണ് യൂസ് ചെയ്യുന്നത്. ഓൾട്ട് ക്യൂ പ്രസ് ചെയ്തു. അതിൽ ഞാൻ റെക്റ്റാങ്കിൾ എടുത്തു. ഓക്കെ, റെക്റ്റാങ്കിൾ എടുത്തിട്ട്
വരയ്ക്കുകയാണ്. ഉള്ളിലായിട്ടാണ് നമുക്ക് സീലിംഗ് വേണ്ടത്. സീലിംഗ് എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ഒരു സീലിംഗാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിപ്സം ബോർഡ് കൊണ്ടുവരുന്ന അതേപോലെ ഒരു സൈഡിൽ ബോർഡ് വന്നു, പിന്നെ കോലൈറ്റ്, പിന്നെ ഈ ഒരു സംഭവമൊന്നുമില്ല. നമുക്ക് സിമ്പിളായിട്ട് യൂസ് ഇത്ര മതി. പിന്നെ അതിന് സ്പോട്ട് ലൈറ്റ് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റിയ ഒരു സീലിംഗാണ് നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ട് ഇവിടെ വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതൊരു 50 സെൻറ്റി കൊടുക്കണം. പിന്നെ അതുപോലെ തിക്നെസ് ഒരു 8 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 10 സെൻറ്റിമീറ്റർ. പിന്നെ ലൈറ്റിൻ്റെ ഗ്യാപ്പ് കൊടുക്കണം. പിന്നെ മുകളിൽ വേറൊരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ബോർഡും കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ സീലിങ്ങിൽ ചെയ്യാനുള്ളത്. ഇനി ഈ റെക്റ്റാങ്കിൾ വരയ്ക്കുന്നതിന് പകരം നമുക്ക് പുതിയൊരു ഓപ്ഷൻ പിടിക്കാം. സ്പ്ലൈന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ ഡോറ്, വിൻഡോസ് കാര്യങ്ങളൊക്കെ വന്നില്ലേ, അതുപോലെ സ്പ്ലൈനിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റെൻഡഡ് സ്പ്ലൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോൾ ഔട്ട് ഉണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ ഡബ്ല്യു റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഡബ്ല്യു റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിൾ തന്നെയാണ്, ഇതേപോലെ റെക്റ്റാങ്കിളാണ്. പക്ഷെ നമ്മൾ മൗസ് ക്ലിക്ക് വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ മൗസ് നീക്കി കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഔട്ട്ലൈനും കൂടെ നമുക്ക് കിട്ടും. അതിൻ്റെ മോഡിഫൈ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത് ഉണ്ടാവും, വിഡ്ത്ത് ഉണ്ടാവും, തിക്നെസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഭവമാണ് നമുക്ക് വേണ്ടത്. അതാണ് ഞാനിവിടെ വരയ്ക്കാൻ പോകുന്നത്. ടോപ്പ് വ്യൂ എടുക്കുകയാണ്, ഡബ്ല്യു റെക്റ്റാങ്കിൾ എടുത്തു, അത് സ്നാപ്പ് ടാഗിൽ ഓൺ ചെയ്തു. ഇവിടെ മുതൽ ഇവിടം വരെയാണ് വേണ്ടത്. ജസ്റ്റ് ഉള്ളിലേക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നോക്കിയിട്ട് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ നമ്മളതിൻ്റെ ചേഞ്ചസ് ആണ് വരുത്തുന്നത്. ലെങ്ത്ത് ഓക്കെ, നമ്മൾ സ്നാപ്പ് ടാഗിൽ വെച്ച് വരച്ചുകൊണ്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. തിക്നെസ് 50 സെൻറ്റിയാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ 50 സെൻറ്റി, 60 ആണെങ്കിൽ 60. ഓക്കെ, ഞാനിപ്പോൾ ഒരു 60 കൊടുക്കുകയാണ്. സ്നാപ്പ് ടാഗിൾ ഓഫ് ചെയ്തു. എന്നിട്ട് ഞാൻ ഈ ഡബ്ല്യു റെക്റ്റാങ്കിളിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ഇങ്ങോട്ട് നീക്കി വെച്ചു. എന്തിനാണ് നമുക്ക് മനസ്സിലാക്കാം. കോപ്പി എടുത്ത് വെച്ചിട്ട് ഈ റെക്റ്റാങ്കിളിനെ സെലക്ട് ചെയ്തു. മോഡിഫയർ ലിസ്റ്റിൽ എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ. ഇപ്പോൾ ഓൾറെഡി 10 സെൻറ്റിമീറ്റർ ആണുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിനൊരു 8 സെൻറ്റിമീറ്റർ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ബോർഡിൻ്റെ അളവ് 8 സെൻറ്റിമീറ്റർ നമ്മൾ കൊടുക്കുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരളവ് 8 സെൻറ്റിമീറ്റർ കൊടുക്കുന്നുള്ളൂ. പിന്നെ ഈ ലൈറ്റിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, കുറച്ചുള്ളിലേക്ക് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വരണം. അത് 10 സെൻറ്റിമീറ്റർ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനാണ് ഞാനിത് നീക്കി വെച്ചത്. ഓക്കെ, ഇതിനെ ഞാനൊരു 10 സെൻറ്റിമീറ്റർ എക്സ്ട്രൂഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രൂഡ് ചെയ്തു. ഇനി ഇത് കൊണ്ടുവയ്ക്കുമ്പോൾ ഇത് രണ്ടും ഒരേപോലെ കറക്റ്റായിട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് ലൈറ്റ് എങ്ങനെ വേണം, ഇതേപോലെയാണ് വേണ്ടല്ലേ. ചെറിയൊരു ഗ്യാപ്പും വേണം, പിന്നെ മുകളിലേക്ക് ഈ ഒരു കവറിങ്ങും വേണം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡബ്ല്യു റെക്റ്റാങ്കിൾ എടുക്കുക. അതിൻ്റെ തിക്നെസ് 60 എന്നുള്ളത് ഞാനൊരു 10 സെൻറ്റിമീറ്റർ കുറച്ചിട്ട് 50 കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായി, നമുക്ക് ഇതേപോലെ 4 സൈഡിലും 10 വെച്ചിട്ട് കുറഞ്ഞു കിട്ടും. ഇനി ഇതിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കണം. അതിന് വേണ്ടിയിട്ട് സ്നാപ്പ് ടാഗിൾ ഓൺ ചെയ്തു, മൂവ് ടൂൾ എടുത്തു. എന്നിട്ട് ഈ ഒരു കോർണറിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നേരെ ഇതിൻ്റെ മുകളിലായിട്ട് കൊണ്ടുവിട്ടു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സീലിംഗ്. ഇനി മുകളിൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ബോർഡും വരണം. അതിന് വേണ്ടിയിട്ട് ഞാൻ റെക്റ്റാങ്കിൾ എടുത്തു. ഇതേപോലെ കട്ടിങ് വേണ്ടല്ലോ, കറക്റ്റ് പ്ലെയിൻ ആയിട്ടില്ല വേണ്ട. അപ്പോൾ റെക്റ്റാങ്കിൾ എടുത്തിട്ട് ഈ ഒരറ്റം മുതൽ ഈ ഒരറ്റം വരെ വരച്ചു. എന്നിട്ട് അതിനെ എക്സ്ട്രൂഡ് ചെയ്തു. അല്ലെങ്കിൽ ബോക്സ് വരച്ചാലും മതി, ഏതാണോ നമുക്ക് എളുപ്പമെന്ന് വെച്ചാൽ അതുപോലെ. അപ്പോൾ എന്തായി, നമ്മുടെ സീലിംഗ് റെഡിയായി. F4 അടിച്ച് പോയി കഴിഞ്ഞാൽ കാണാം. കണ്ടോ, ഇതൊരു ഒബ്ജക്റ്റാണ് നമ്മുടെ ഉള്ളിൽ വരച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇതേപോലുള്ളൊരു ഒബ്ജക്റ്റാണ്. ഇനി അതിൻ്റെ താഴെ നമ്മൾ ബോർഡ് വരച്ചു. ഇനി ഇവിടെ നമുക്ക് ലൈറ്റ് വെച്ച് കൊടുത്താൽ മതി, മുകളിലതും വരച്ചു. ഓക്കെ, ഇനി ഇതിനെ 3 ഞാൻ സെലക്ട് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ആക്കുക. സീലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആക്കുകയാണ്. സീലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പാക്കി. ഇനി ഇതിനെ നേരെ നമ്മൾ ഐസൊലേറ്റ് ചെയ്തിട്ടാണുള്ളത്. സീനിൽ ബാക്കിയുള്ള സംഭവങ്ങളൊന്നും കാണാനില്ല. അപ്പോൾ ഐസൊലേഷൻ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് സ്നാപ്പ് ടാഗിൾ ഓഫ് ചെയ്യുക. സ്നാപ്പ് ടാഗിൾ ഓഫ് ചെയ്തിട്ട് ഇതിനെ നേരെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെക്കണം. അപ്പോൾ ഞാൻ മുകളിലേക്ക് പൊക്കിയിട്ട് നമുക്ക് ഈ ഒരു കോർണറിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ മതി. സ്നാപ്പ് ടാഗിൾ ഓൺ ചെയ്തിട്ടല്ലേ. അപ്പോൾ സ്നാപ്പ് ടാഗിൾ ഓൺ ചെയ്യുക, നേരെ ഇവിടെ കൊണ്ടുവന്നിട്ട് കിട്ടുന്നില്ല. ഓക്കെ, നമുക്ക് അടുത്ത കോർണറിൽ ഡ്രൈ ചെയ്യാം. ക്ലിക്ക് ചെയ്തു നേരെ വന്നിട്ട് ഓക്കെ. അപ്പോൾ നമ്മുടെ റൂമൊക്കെ സെറ്റായി, ഫ്ലോറൊക്കെ കൊടുത്തു,
അല്ലേ? ഫ്ലോർ കൊടുത്തപ്പോൾ ഓക്കെ, കുഴപ്പമില്ല. ഫ്ലോറൊക്കെ കൊടുത്തു, ഫുള്ള് സെറ്റായി. ഇനി എന്ത് ചെയ്യണം? നമുക്കിതിൻ്റെ ഇൻറ്റീരിയറിലൊക്കെ ഒന്ന് കാണണ്ടേ? കണ്ടിട്ട് നമുക്ക് റെൻഡർ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാമറ സെറ്റ് ചെയ്യാമെന്ന് പറയും. നമ്മൾ സീലിംഗ് സെറ്റ് ചെയ്തു, പിന്നെ അതുപോലെ ഉള്ളിലേക്ക് ഒക്കെ സൂം ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ സീലിംഗ് സെറ്റ് ചെയ്തു, വിൻഡോസ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഒരു ക്യാമറ വ്യൂ കൊടുക്കണം. ഓക്കെ, ക്യാമറ വ്യൂ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെൻഡറിങ്ങിൽ ഏത് വ്യൂ ആണോ വേണ്ടത് അതാണ് നമ്മൾ ക്യാമറയിൽ കൊടുക്കുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ക്യാമറാസ് വരുന്ന എവിടെയാണ് നമ്മൾ ഷേപ്സ് വരച്ചു, ജിയോമെട്രി വരച്ചു, ഷേപ്സ് വരച്ചു. അതിൻ്റെ തൊട്ടപ്പുറത്ത് ലൈറ്റ്സ് ഉണ്ട്, അത് നമുക്ക് പഠിക്കാനുള്ളതാണ്. തൊട്ടപ്പുറത്ത് ക്യാമറാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡേർഡ് എന്നുള്ളതിൽ 3 ക്യാമറകളാണുള്ളത്: ഫിസിക്കൽ, ടാർജറ്റ്, ഫ്രീ. ഓക്കെ, അതിൽ ഞാൻ ആദ്യത്തെ ഫിസിക്കൽ എടുക്കുകയാണ്. ഫിസിക്കൽ എടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഇതേപോലെയാണ് ആ ക്യാമറ ഉണ്ടാവുക. ഓക്കെ, ഇതേപോലെയാണ് ക്യാമറ ഉണ്ടാവുക. പുറത്ത് ക്ലിക്ക് ചെയ്ത സെലക്ഷനും പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാവും. അതിന് ക്യാമറ ഉണ്ടാവും, പിന്നെ ഒരു ടാർജറ്റും ഉണ്ടാവും. ഓക്കെ, ടാർജറ്റ് വേണമെങ്കിൽ ടാർജറ്റ് ചെയ്ത് കൊടുക്കാം, ക്യാമറ വേണമെങ്കിൽ ക്യാമറയും നമുക്ക് മൂവ് ചെയ്യാനും കാര്യങ്ങളൊക്കെ കഴിയും. അതിന് മോഡിഫൈ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ആദ്യം നമുക്ക് ക്യാമറാസിൻ്റെ ഒന്ന് പരിചയപ്പെടാം. പിന്നെ ടാർജറ്റ് ക്യാമറ, ഇത് ഫിസിക്കൽ ക്യാമറ, അടുത്തത് ടാർജറ്റ്. ഇതേപോലെ രണ്ടും തമ്മിൽ ചെറിയ മാറ്റം ഉണ്ടല്ലോ, അതിൻ്റെ ഓപ്ഷൻസിലാണ് മാറ്റം. പിന്നെ കണ്ടോ, ഇതേപോലെ രണ്ടും തമ്മിൽ മാറ്റം ഉണ്ടാവും. പിന്നെ ഫ്രീ ക്യാമറ എന്ന് പറയും. ജസ്റ്റ് ഒരു ക്ലിക്ക് മതി, അതിന് ടാർജറ്റ് ഉണ്ടാവില്ല എന്നുള്ളൂ, വേറെ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ടോപ്പ് വ്യൂവിൽ ചെയ്തുകൊണ്ട് നേരെ താഴോട്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ട് വ്യൂവിലാണ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഫ്രണ്ട് വ്യൂവിലാണെങ്കിൽ നേരെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ എത്ര ക്യാമറ ആണെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള എത്ര വ്യൂ ആണ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഫിസിക്കൽ ക്യാമറയുടെ പാരാമീറ്റേഴ്സൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഓക്കെ, ക്യാമറ വ്യൂവും കൂടെ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടുന്ന് ഇതേപോലെ ഈ ക്യാമറ ഒന്ന് സെറ്റ് ചെയ്തു. നമുക്ക് വരച്ചു, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ക്യാമറനെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ പേഴ്സ്പെക്റ്റീവ് എന്നുള്ളതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ ഓപ്ഷൻ ഉണ്ടാവും ക്യാമറാസ്. നമ്മൾ ക്യാമറാസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പേരിൽ ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ ഫിസിക്കൽ ക്യാമറ 001 നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ആ ക്യാമറ ഇവിടെ കാണുന്നുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ആ ക്യാമറയിൽ വരുന്ന വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്യാമറ ഇപ്പോൾ നിൽക്കുന്നത് 0-ലാണ്, ഏറ്റവും താഴത്താണുള്ളത്. നമുക്ക് വേണമെങ്കിൽ അതിനെ ക്യാമറ രണ്ടിനെയും ടാർജറ്റിനെയും പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പൊക്കി കൊടുക്കാം. ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വ്യൂ പോർട്ടിനെ ഇപ്പോൾ പേഴ്സ്പെക്റ്റീവ് വ്യൂവിനെ ചെയ്യുന്ന പോലെ ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ നീക്കാനോ അല്ലെങ്കിൽ പാൻ ചെയ്യാനോ പാടില്ല. കാരണം ക്യാമറ വ്യൂ ആണ്. അതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ പാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറയാണ് പാൻ ആവുക. അപ്പോൾ നമ്മളെ വ്യൂ ആകെ കൊള്ളാവും. ഓക്കെ, ക്യാമറ വ്യൂവിൽ നിന്നിട്ട് പാൻ ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറയാണ് പാൻ ആവുക. അതുകൊണ്ട് എന്തെങ്കിലും നോക്കാനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ പേഴ്സ്പെക്റ്റീവ് ആക്കിയിട്ട് പിന്നെ തിരിച്ചും എങ്ങനെയാണോ റൊട്ടേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം റൊട്ടേറ്റ് ചെയ്തൊക്കെ നോക്കുക. ക്യാമറ വ്യൂ ആക്കി കഴിഞ്ഞാൽ പിന്നെ അതിൽ പിടിച്ചിട്ട് പാൻ ചെയ്യാനും ഇതാക്കാനും പാടില്ല. ഓക്കെ, ആ കാര്യം മാത്രം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിനെ ഈ ഇൻറ്റീരിയറിൻ്റെ ഉള്ളിലേക്കൊന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടുന്ന് ഈ ഒരു ഡോറിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടുള്ളൊരു വ്യൂ ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫിസിക്കൽ ക്യാമറ എടുക്കുക. നമുക്ക് എവിടെ മുതൽ എവിടെയാണോ വേണ്ടത്. ഇപ്പോൾ ഞാൻ ഇവിടെ മുതൽ ടാർജറ്റ് പുറത്തേക്ക് പോയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്തു. ഇനി ഞാൻ ഈ വ്യൂവിനെ പേഴ്സ്പെക്റ്റീവിൽ ക്യാമറ വ്യൂ ആക്കി മാറ്റണം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ക്യാമറയിലൂടെ കാണുന്ന വ്യൂ എന്ന് പറയുന്നത്. ഇനി ഈ വ്യൂവിനെ എന്ത് ചെയ്യണം, നമ്മൾ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, ഇപ്പോൾ ടാർജറ്റും സെലക്ട് ചെയ്തു. എന്നിട്ട് ഇത് രണ്ടും സെലക്ട് ചെയ്ത് ഇതേപോലെ നമുക്കിങ്ങനെ മൂവ് ചെയ്തെടുക്കാം. ഇത് രണ്ടും സെലക്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടാർജറ്റ് മാത്രം സെലക്ട് ചെയ്തിട്ടാണെങ്കിൽ ആ ടാർജറ്റ് മാത്രമേ ഇതേപോലെ മൂവ് ആവുള്ളൂ. ഓക്കെ, ഇപ്പോൾ ക്യാമറ മാത്രം സെലക്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ആ ക്യാമറ മാത്രമേ മൂവ് ആവുള്ളൂ, ബാക്കിയുള്ളത് അവിടെ തന്നെ നിൽക്കും. അങ്ങനെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്യാമറയും ടാർജറ്റും കൂടെ ഒരുമിച്ച് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മുകളിലേക്ക് ഏകദേശം പൊക്കി വെക്കുകയാണ്. ഓക്കെ,
അപ്പോൾ ഇതാണ് നമ്മളെ ക്യാമറയിൽ കാണുന്ന വ്യൂ എന്ന് പറയുന്നത്. ഇനി ആ ക്യാമറയുടെ പാരാമീറ്റേഴ്സ് എടുക്കും. ടാർജറ്റ് സെലക്ട് ചെയ്യരുത്, ക്യാമറ മാത്രം സെലക്ട് ചെയ്യാം. ക്യാമറ മാത്രം സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ മോഡിഫൈ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സെറ്റിങ്സ് അതിൽ കാണാനുണ്ടാവും. ഡീഫോൾട്ടായിട്ട് ഒരുപാട് സെറ്റായി കിടക്കുന്നുണ്ടാവും. അതൊക്കെ അങ്ങനെ തന്നെ വെക്കുക. നമുക്കിവിടെ മെയിനായിട്ട് നോക്കാനുള്ളത്, ഇപ്പോൾ ബേസിക്കായിട്ട് നമുക്ക് നോക്കാനുള്ളത് ലെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലാണ്. ഓക്കെ, ലെൻസിൽ ഫോക്കൽ ലെങ്ത്ത് ഇപ്പോൾ 40 ആണ് ഉള്ളത്. ഇത് ഞാൻ കുറച്ച് കൊടുക്കും തോറും ഇതേപോലെ അതിൻ്റെ ഫോക്കൽ ലെങ്ത്ത് കുറഞ്ഞു വരും. ഓക്കെ, ഇപ്പോൾ നമ്മളെ റൂമിന് എന്തായി, ഒരുപാട് വീതി, ഇപ്പോൾ നമ്മൾ ഒരുപാട് വൈഡായിട്ട് വന്നിട്ടുണ്ട് അല്ലേ, വൈഡായിട്ട് വന്നു. ഇപ്പോൾ എത്ര സ്പേസ് എവിടെ ഉള്ളൂ, ക്യാമറ വൈഡായിട്ട് വന്നു. അപ്പോൾ നമുക്ക് ബോറില്ലാത്ത രീതിയിൽ എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് കാണുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാൻ കഴിയണം. അപ്പോൾ നമുക്കൊരു ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 25 ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് കിട്ടും. ഇനി ക്യാമറ സെറ്റ് ചെയ്തിട്ട് ഷിഫ്റ്റ് F എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഫ്രെയിം കിട്ടും. ഈ ഫ്രെയിമിൻ്റെ ഉള്ളിലാണ്, ഇതാണ് നമ്മളെ ക്യാമറ വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഷിഫ്റ്റ് F പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ ഉണ്ടാവും. ഷിഫ്റ്റ് F ഓൺ ചെയ്യുക. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ക്യാമറ, ഇതാണ് നമ്മളെ റെൻഡറിങ്ങിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. റെൻഡറിങ് എന്താണെന്ന് നമ്മളിതുവരെ പറഞ്ഞിട്ടില്ല, എങ്കിലും മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഷിഫ്റ്റ് F പ്രസ് ചെയ്താലാണ് നമ്മുടെ ഇതേപോലെ യെല്ലോ കളറിൽ ലൈൻസ് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ വ്യൂവിൽ വരുന്ന, നമ്മളെ റെൻഡറിങ്ങിൽ ഔട്ടിൽ വരുന്ന സൈസ് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതിലാണ് നമ്മളിനി ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ക്യാമറ വ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് വേറെ ക്യാമറ ആണെങ്കിൽ വേറെ ക്യാമറ കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഫിസിക്കൽ ക്യാമറ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ മൂലയിൽ നിന്നും ഇതേപോലെ ഇങ്ങോട്ട് കൊടുത്തിട്ട് ഇനി നമ്മൾ ഈ ലിസ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ ക്യാമറാസിൽ ക്യാമറ 002 2 ക്യാമറ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 002 ആ വ്യൂ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ വ്യൂ എടുക്കുക. എന്നിട്ട് ഞാൻ ആ ക്യാമറനെ സെലക്ട് ചെയ്തിട്ട് മുകളിലേക്ക് പൊക്കി വെച്ചു. അപ്പോൾ എന്തായി, ഇതേപോലുള്ളൊരു വ്യൂ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ വ്യൂ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇനി നമുക്ക് എക്സ്റ്റീരിയറിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കണം. ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്ര പറയുന്നുള്ളൂ. കാരണം ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ മെറ്റീരിയൽസിനെ കുറിച്ചാണ് അടുത്ത വീഡിയോയിൽ ഉണ്ടാവുക. അതും വീറയിലൊക്കെയാണ് നമ്മൾ കിടക്കുന്നത്, മെൻറ്ററിൽ യൂസ് ചെയ്യുന്നില്ല. വീറ മെറ്റീരിയൽസും വീറ ലൈറ്റിങ്ങും വീറ ക്യാമറയും ഒക്കെയാണ് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ ഇനി അടുത്ത മെറ്റീരിയൽസാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ ബാക്കിയുള്ള മോഡലിങ്, കാരണം അത് എഫക്റ്റുകൾ കാണിച്ചു തന്നിട്ടുള്ള മോഡലിംഗ് ആണ്. എന്നുവെച്ചാൽ ടൈലിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും, ഗ്ലാസ്, പിന്നെ അതുപോലെ അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ. ഇപ്പോൾ പില്ലോസിന് ഫാബ്രിക്കിൻ്റെ മെറ്റീരിയൽ എങ്ങനെയാണ് കൊടുക്കുക, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, അതേപോലെ ഇതിൻ്റെ ബാക്ക് ബോർഡിലെ കുറച്ച് ഡിസൈൻസും കാര്യങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെറ്റീരിയൽസ് എന്താണെന്നുള്ളത് പഠിക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള ചെറിയ ലൈറ്റിങ്ങും പഠിച്ചിട്ട് പിന്നെ നമ്മൾ മെറ്റീരിയൽസും കൂടി ക്ലിയർ ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഡൗട്ടുള്ളവർ എപ്പോഴും പറയുന്ന പോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.